യുവതിയുമായി ഉണ്ടായിരുന്ന ബലാത്സംഗം അല്ലാതെ രണ്ടുപേരുടെ സമ്മതത്തോടുകൂടിയുള്ള ബന്ധമായിരുന്നു എന്നുള്ളത് അടക്കമുള്ള ശബ്ദ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പത്തനംതിട്ട സെഷൻസ് കോടതിക്ക് കൈമാറിയത്. ഇത് ഗൗരവമായി തന്നെ നിരീക്ഷിച്ച കോടതി ആ ശബ്ദ സന്ദേശത്തിന്റെ നിർണായക അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 18 ദിവസമായി ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു. പലതവണ തിരുവല്ല കോടതി ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം തള്ളിയിരുന്നുവെങ്കിലും ഇപ്പോൾ പത്തനംതിട്ട സെക്ഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു. പല അവസരങ്ങളിലായി ഇവിടെ വാദപ്രതിവാദങ്ങൾ നടന്നെങ്കിലും കോടതി ഈ കേസ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിജീവിതയ്ക്ക് അനുകൂലമായി കോടതി നിലപാടെടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും കോടതി തള്ളിയിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രധാന കാരണമാണ് പ്രോസിക്യൂഷൻ മുൻപോട്ട് വെച്ചിരുന്നത്. പക്ഷേ ആ വാദങ്ങളെല്ലാം തള്ളുന്നു. ആ വാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യം നൽകുന്നു. അതിന്റെ എല്ലാം പ്രധാന കാരണമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ ശബ്ദ സന്ദേശമാണ്. അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നും ജാമ്യം നൽകിയ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളെ എല്ലാം നികത്തിക്കൊണ്ട് കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുക. ശരി, കർശന ഉപാധികളോടെയല്ലേ വിഷ്ണു ജാമ്യം നൽകിയത്? ഇനി കോടതിയിൽ നിന്ന് പലതരത്തിലുള്ള ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങേണ്ടതുണ്ട്. ഇനി കർശന ഉപാധികൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കോടതി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പ്രത്യേക വിവരങ്ങൾ നമുക്ക് ഇനി കോടതി ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഏതായാലും പല ഉപാധികളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻപിലേക്ക് കോടതി വെച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ ജാമ്യം ലഭിച്ചിരുന്നു. ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഏത് തരത്തിൽ ഉപാധികളാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത് എന്നറിയാൻ സാധിക്കും. ശരി, ഈ നേരത്തെ 2 പരാതികൾ, പീഡന പരാതികൾ കൂടിയുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ആ പരാതികളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ലേ അന്വേഷണ സംഘം? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇത് 3ാം ബലാത്സംഗ കേസാണ്. ബാക്കി 2 ബലാത്സംഗ കേസുകൾ നിലവിലുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം കോടതി ജാമ്യം നൽകിയിരുന്നു. പക്ഷെ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ വിദേശത്തുള്ള യുവതിയുടെ മൊഴി ഓൺലൈൻ വഴി രേഖപ്പെടുത്തിയാണ് പരാതി ഉൾപ്പെടെ സ്വീകരിച്ചത്. നേരിട്ടുള്ളൊരു പരാതി യുവതി നൽകിയിരുന്നില്ല. വീഡിയോ കോൺഫറൻസ് മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതി സമർപ്പിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. ആ കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ തന്നെയാണ് ഇപ്പോൾ ഈ ഓൺലൈൻ വഴി യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലെടുത്ത 3ാം ബലാത്സംഗ കേസിൽ കോടതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പല അവസരങ്ങളിൽ തിരുവല്ല കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഉൾപ്പെടെ സാഹചര്യം ഉണ്ടായിരുന്നു. ഓഫ് ക്യാമറ മോഡിൽ വരെ കോടതി വാദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പത്തനംതിട്ട സെക്ഷൻസ് കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളായി കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. പക്ഷെ ഇന്ന് കോടതി നിർണായകമായ ഒരു വിധി പുറപ്പെടുവിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി പത്തനംതിട്ട സെക്ഷൻസ് കോടതി പുറപ്പെടുവിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ നിർണായക തെളിവുകൾ ഉൾപ്പെടെ മൊബൈൽ ചാറ്റുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഫോൺ കോളുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കോടതി സമർപ്പിച്ചിരുന്നു. ഇതൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ജാമ്യം എന്ന ഉത്തരവിലേക്ക് പോയിട്ടുള്ളത്. ശരി, അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ജയിൽ മോചനം ഉണ്ടായില്ലേ വിഷ്ണു? ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിലാണുള്ളത്. അവിടെ നിന്ന് ഇനി കോടതിയിൽ നിന്ന് പലതരത്തിലുള്ള ഓർഡർ കാര്യങ്ങളൊക്കെ ഇറങ്ങേണ്ടതുണ്ട്. ഇതിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയിൽ മോചനം ഉണ്ടാകുക. തുടർന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ കോടതി മുൻപോട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഓർഡർ ഉൾപ്പെടെയുള്ള പുറത്തിറങ്ങിയാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. ഏകദേശം 4 മണിയോടെയൊക്കെ അദ്ദേഹത്തിന്റെ ജയിൽ മോചനം ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം അടൂരിലെ വീട്ടിലേക്ക് വരില്ല എന്ന് തന്നെ ഇപ്പോൾ പുറത്ത് വിവരമുണ്ട്. അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ഉപാധികൾ വെച്ചിട്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഏകദേശം 4 മണിയോടുകൂടി മാവേലിക്കര ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങും എന്നാണ് അറിയുന്നത്. ശരി വിഷ്ണു, ഇതിൽ ഈ കേസിൽ 3ാമത്തെ കേസിൽ
രാഹുലിന് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് രാഹുലിനെതിരെ ആദ്യ പരാതി നൽകിയ യുവതിയടക്കം കോടതിയിൽ എത്തിയിരുന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ആദ്യ പരാതി നൽകിയ ഒരു യുവതി ഉൾപ്പെടെ ഇതിന് പിന്തുണയുമായി എത്തിയെങ്കിലും പക്ഷേ ഈ വാദങ്ങളെയൊന്നും ഈ കേസ് വന്നപ്പോൾ കോടതി പരിഗണിക്കാതെ വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകർ ഹാജരാക്കിയ മൊബൈൽ സംഭാഷണം അതുപോലെ ശബ്ദ സന്ദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ കോടതി മുഖവരയ്ക്ക് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കേസുകളിലൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കോടതി നൽകിയ കാരണം രണ്ടുപേരുടെ സമ്മതത്തോടുകൂടിയുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ബലാത്സംഗമായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 2 പ്രാവശ്യവും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. അതേ തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ കേസിന്റെ ഭാഗത്തും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി വിധി നിർണായകമായത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിദേശ യുവതിയായുള്ള ബന്ധം രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടിയുള്ളതാണ്. അതിന്റെ ബലാത്സംഗം എന്ന തരത്തിലേക്ക് ചിത്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് കോടതി ആരാഞ്ഞു. ഈ കാര്യമൊക്കെ പരിഗണിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിർണായകമായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയ ശബ്ദ സന്ദേശമാണ്. അതിൽ ആ നിർണായകമായ കാര്യത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്നത്.